പ്രിയപ്പെട്ട ഉമ്മാക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ കാരണക്കാരിയായ എൻ്റെ ഉമ്മാക്ക്, കഥ പറഞ്ഞുറക്കിയ പൊന്നുമ്മാക്ക്. 2013 ഫെബ്രുവരി 24. അന്നായിരുന്നല്ലോ ഉമ്മ ഇഹലോകവാസം വെടിഞ്ഞത്. അന്നായിരുന്നല്ലോ ഞങ്ങളെയും നാട്ടുകാരെയും കുടുംബക്കാരെയും വിഷമത്തിലും അതേസമയം ആശ്ചര്യത്തിലുമാക്കിയത്. ഒരു യാത്രയുടെ സകലമാന സൂചനകളും ലഭിച്ചിട്ടും അപ്രതീക്ഷിതമായ യാത്ര സംഭവിച്ചതിൽ ദുഃഖിച്ചിരിക്കുമ്പോഴായിരുന്നു ഉമ്മയുടെ ചേതനേറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഉമ്മയുടെ തിരുവചനത്തിലേക്ക് നോക്കിയതും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ആത്മീയ ഗുരുവായ ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തിയുടെ അത്യുജ്വലമായ വാക്കുകളാണ്. എൻ്റെ മുരീദുമാരുടെ മരണം പുഞ്ചിരിയിൽ ചാലിച്ചതായിരിക്കുമെന്ന. അപ്പോൾ തന്നെ ദുഃഖങ്ങളെല്ലാം പാടെ പോയി മറഞ്ഞു. മനസ്സിൽ ആനന്ദമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത്, മരിക്കുന്ന സമയത്ത് 3 തവണ വിശുദ്ധ തൗഹീദി വചനം ഉരുവിട്ടതായി നഴ്സ് സാക്ഷ്യപ്പെടുത്തിയതും മരിക്കുമ്പോൾ ഉമ്മയുടെ മുഖത്ത് നിന്ന് ഒരു പ്രകാശം സ്ഫുരിക്കുന്നുണ്ടായിരുന്നുവെന്ന് അതിന്റെ കാരണങ്ങളൊന്നും അറിയാത്ത അളിയനും ഇക്കാക്കയും പറഞ്ഞപ്പോ ആനന്ദത്തിന്റെ കൊടുമുടിയിലായി പിന്നെ മനസ്സ്. നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചിലപ്പോ ചിന്തിച്ചു കാണും, സ്വന്തം ഉമ്മ മരിച്ചിട്ടും ഇവർക്കിതെന്താ ഒരു ദുഃഖവുമില്ലാത്തതെന്ന്. എല്ലാം ഖുതുബുസ്സമാന്റെ അനുഗ്രഹം. ഖുതുബുസ്സമാനുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഖൈറായി ഭവിച്ചത്. സ്വഹാബാക്കളെ പോലെ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചു. അതുകൊണ്ടവർ ഉന്നത സ്ഥാനീയരായി. കാലങ്ങൾക്ക് ശേഷം ബഗ്ദാദിൽ ഇന്നത്തെ പോലെ മദ്രസകൾക്കോ പള്ളികൾക്കോ ഉസ്താദുമാർക്കോ ഒരു പഞ്ഞവുമില്ലായിരുന്നു. ഇവിടെ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഞാൻ മരിച്ചു കിടക്കുന്ന ദീനിനെയാണ് കാണുന്നതെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളെ അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ പാതയിലേക്ക് അടുപ്പിച്ചു. അതുകൊണ്ട് അവരും രക്ഷ നേടി. കാലങ്ങൾ കഴിഞ്ഞു. ദീൻ വീണ്ടും പഴയപടിയായി. ഇന്ന് മദ്രസകൾക്കോ പണ്ഡിതന്മാർക്കോ ഒരു കുറവുമില്ല. ഇസ്ലാമിന്റെ പേരിൽ പരസ്പരം കലഹിക്കുന്ന സംഘടനകൾ. ദീനിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈയൊരു സന്ദർഭത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെയും പ്രതിനിധിയായി കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനായിക്കൊണ്ട് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി മഹാനവർകൾ കടന്നു വന്നത്. ഉമ്മയെ ഖബറടക്കിയപ്പോൾ പള്ളിയിലെ ഉസ്താദ് അവിടെ ഇരുന്ന് തൽഖീൻ ചൊല്ലിയിരുന്നല്ലോ, യാ അമത്തല്ലാഹ് ബിൻത് അമത്തില്ലാഹ്, ഓ അള്ളാഹുവിന്റെ അടിമേ, ഉദ്കിറിൽ അഹദ്, കരാറിനെ ഓർക്കൂ എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് തീർച്ചയായും ആ കരാർ ഓർമ്മ വന്ന് കാണും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ കരാറിനെ, ഖുതുബുസ്സമാൻ പഠിപ്പിച്ച ആ കരാറിനെ. പക്ഷേ ഇന്നത്തെ സാധാരണക്കാർക്ക് ഈ കരാറിനെ കുറിച്ച് വല്ലതും അറിയോ? ഉസ്താദ് ഖബറിടത്തിൽ വന്ന് ആ കരാറിനെ ഓർക്ക് എന്ന് പറയുമ്പോൾ ഏത് കരാറിനെ ഓർക്കാനാണ്? അങ്ങനെ ഒന്ന് ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. മദ്രസയിൽ നിന്ന് ഇസ്ലാം കാര്യം പഠിപ്പിച്ചപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യൽ നിർബന്ധമായ ഹജ്ജിന്റെയും, വർഷത്തിൽ ഒരിക്കൽ ചെയ്യൽ നിർബന്ധമായ സക്കാത്തിന്റെയും, വർഷത്തിൽ ഒരു മാസം നോൽക്കേണ്ടതായ നോമ്പിന്റെയും, ദിവസേന 5 തവണ അനുഷ്ഠിക്കൽ നിർബന്ധമായ നിസ്കാരത്തിന്റെയും ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും പഠിപ്പിച്ചു തന്നിരുന്നു. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമേറിയ ഒന്നാമത്തെ തൗഹീദിനെ കുറിച്ച് ഒരു ചർച്ചയുമില്ല, ഒരു പഠനവുമില്ല, ഒരു സംസാരവുമില്ല. എന്നാൽ ആ കാര്യം ഖുതുബുസ്സമാൻ മുഖേന ഉമ്മ മനസ്സിലാക്കി, പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഉമ്മ രക്ഷപ്പെട്ടു. ഉമ്മയുടെ മരണരംഗം കേട്ടറിഞ്ഞ് കാരണമന്വേഷിച്ചു വന്ന പലരും ഇക്കാര്യം മനസ്സിലാക്കി. ഒരു ആത്മീയ ഗുരുവിനെ അവർ കണ്ടെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കണ്ണിച്ചേരുന്ന മുറബ്ബിയായ ഷെയ്ഖിനെ അവർ പിന്തുടർന്നു. അവർക്ക് സദാസമയവും തൗഹീദിലായി ജീവിക്കാൻ കഴിയുന്നു. ഇതെല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്ത പോലെ ചിലർ നടിക്കുന്നു. തങ്ങളും ഒരു നാൾ മരിക്കുമെന്നവർ ചിന്തിക്കുന്നില്ല. ഖുർആൻ സൂചിപ്പിക്കുന്ന ആലമുൽ അർവാഹിൽ വെച്ച് ചെയ്ത ആ കരാറിനെ അവർ ഓർക്കുന്നില്ല. ഫാത്തിഹയിൽ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് അവർ പഠിക്കുന്നില്ല. പരസ്പരം കലഹിച്ചും അസൂയയും അഹങ്കാരവും വെച്ചു പുലർത്തിയും അവർ കഴിയുന്നു. പണം പണം, ഈ ഒരൊറ്റ ചിന്തയിലായി ജീവിതം പാഴാക്കുന്നു. ഉമ്മ തന്നെ പറ, ഇനി ഞാനെന്താ അവരോടൊക്കെ പറയേണ്ടത്? ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനെ കാണാതെ വിശ്രമമില്ല എന്ന തിരുഹദീസിന്റെ വെളിച്ചത്തിൽ 17 വർഷക്കാലം വനാന്തരങ്ങളിൽ ഏകാന്തനായി അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞ അത്യത്ഭുത വ്യക്തിത്വം, ഒട്ടനേകം കറാമത്തുകൾക്കുടമ, ഗൗസുൽ ആലമിന്റെ പേരമക്കൾ ഖുതുബുസ്സമാനാണെന്ന് അംഗീകരിച്ച് പ്രഖ്യാപിച്ച മഹാമനീഷി, റിഫായി ഷെയ്ഖിന്റെ പൗത്രൻ ഖുതുബുസ്സമാനാണിതെന്ന് ബസറയിൽ വെച്ചും എറണാകുളത്ത് വെച്ചും പ്രഖ്യാപിച്ച മഹാനുഭാവൻ, ഈയിടെ അജ്മീറുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ആദരങ്ങളേറ്റ് വാങ്ങിയ ഖുതുബുസ്സമാൻ. കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനെ അറിഞ്ഞില്ലായിരുന്നുവെന്നോ കേട്ടില്ലായിരുന്നുവെന്നോ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് പറയാൻ അവർക്കാവില്ല.
മഹാനവറുകളുമായി ബന്ധം സ്ഥാപിക്കണം, ധീരമായി മരിക്കണം, വിജയം പുൽകണം. നാഥൻ തുണക്കട്ടെ. ആമീൻ.